നമസ്കാരം. പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച 2024 ഏപ്രിൽ 15 പ്രസിദ്ധീകരിച്ച പി എസ് സി ബുള്ളറ്റിൽ കൊടുത്തിട്ടുള്ള 2023 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് വെറും 10 ചോദ്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര മാർക്ക് കിട്ടിയെന്ന് നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 11ാമത്തെ, അതായത് 10 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു. 11ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മിന്നുമണി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിന്നുമണി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ക്രിക്കറ്റ്, ഓപ്ഷൻ ബി ടെന്നീസ്, ഓപ്ഷൻ സി ബാസ്കറ്റ്ബോൾ, ഓപ്ഷൻ ഡി ചെസ്സ്. നമുക്കറിയാം മിന്നുമണി ഓപ്ഷൻ എ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വയനാട്ടിൽ നിന്നുള്ള സ്വദേശിനിയാണ് മിന്നുമണി. അപ്പോൾ മിന്നുമണി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ക്രിക്കറ്റാണ്. ശരിയല്ലേ? അപ്പം ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും, ഈ പി എസ് സിയുമായി ബന്ധപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും, അല്ലെങ്കിൽ നമ്മുടെ പത്രമൊക്കെ വായിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു മാർക്ക് ലഭിച്ചില്ലേ? അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 12ാമത്തെ ക്വസ്റ്റ്യനാണ്. അടുത്തിടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? അടുത്തിടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ കേരളമുണ്ട്, ഓപ്ഷൻ ബി സിക്കിമാണ്, ഓപ്ഷൻ സി കർണാടകം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. നമുക്കറിയാം കേരളമാണല്ലേ? ഓപ്ഷൻ എ കേരളമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ എന്താണ്? അടുത്തിടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. 13ാമത്തെ ക്വസ്റ്റ്യനാണ്. അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നടനായ അക്ഷയ് കുമാർ ഏത് രാജ്യത്തെ പൗരത്വമാണ് സ്വീകരിച്ചിരുന്നത്? എന്താണ് ക്വസ്റ്റ്യൻ? 13ാമത്തെ ക്വസ്റ്റ്യനാണ്. അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നടനായ അക്ഷയ് കുമാർ ഏത് രാജ്യത്തെ പൗരത്വമാണ് സ്വീകരിച്ചിരുന്നത്? ഓപ്ഷൻ എ ഓസ്ട്രേലിയ, ഓപ്ഷൻ ബി സൗദി അറേബ്യ, ഓപ്ഷൻ സി കാനഡ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. എഴുതിയോ? എല്ലാവരും എഴുതിയോ? ഓപ്ഷൻ സി കാനഡയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി കാനഡ. അക്ഷയ് കുമാർ ഏത് രാജ്യത്തിൻ്റെ പൗരത്വമാണ് സ്വീകരിച്ചിരുന്നത്? കാനഡ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇന്ത്യയുടെ AI തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് എവിടെയാണ്? 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയുടെ AI തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് എവിടെയാണ്? ഓപ്ഷൻ എ ന്യൂഡൽഹി ആണോ? ഓപ്ഷൻ ബി ബംഗളൂരു, ഓപ്ഷൻ സി ഹൈദരാബാദ്, ഓപ്ഷൻ ഡി മുംബൈ. ഓക്കെ അല്ലേ? എഴുതിയോ എല്ലാവരും? ഇന്ത്യയുടെ AI തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഓപ്ഷൻ സി ഹൈദരാബാദാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? ഇനി 15ാമത്തെ ക്വസ്റ്റ്യനാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. 15ാമത്തെ ക്വസ്റ്റ്യനാണ്. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ ബി മൃതസഞ്ജീവനി, ഓപ്ഷൻ സി താലോലം, ഓപ്ഷൻ ഡി ആർദ്രം. ഇവയിലേതാണ് 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി? ഓക്കെ അല്ലേ? എല്ലാവരും എഴുതിയില്ലേ? ഓപ്ഷൻ എ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി. സെറ്റല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ. 2023 ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിച്ച നാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? 2023 ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിച്ച നാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ നടരാജ ഗുരു, ഓപ്ഷൻ ബി നിത്യ ചൈതന്യയതി, ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ഡി TR കൃഷ്ണസ്വാമി അയ്യർ. നമുക്കറിയാം ശരി ഉത്തരം ഓപ്ഷൻ എ നടരാജ ഗുരുവാണ്. 2023 ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിച്ച നാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ നടരാജ ഗുരുവാണ്. നെക്സ്റ്റ് 17ാമത്തെ ക്വസ്റ്റ്യനാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ. മാക്സസെ അവാർഡ് ജേതാവ് രവി കണ്ണൻ സേവനമനുഷ്ഠിക്കുന്ന കച്ചാർ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മാക്സസെ അവാർഡ് ജേതാവ് രവി കണ്ണൻ സേവനമനുഷ്ഠിക്കുന്ന കച്ചാർ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ തമിഴ്നാട്, ഓപ്ഷൻ ബി ത്രിപുര, ഓപ്ഷൻ സി സിക്കിം, ഓപ്ഷൻ ഡി അസം. നമുക്കറിയാം ഓപ്ഷൻ ഡി അസമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ മാക്സസെ അവാർഡ് ജേതാവ് രവി കണ്ണൻ സേവനമനുഷ്ഠിക്കുന്ന കച്ചാർ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി അസമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യനാണ്.
മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഓപ്ഷൻ എ നാരായണമൂർത്തി, ഓപ്ഷൻ ബി രത്തൻ ടാറ്റ, ഓപ്ഷൻ സി ഗൗതം അദാനി, ഓപ്ഷൻ ഡി മുകേഷ് അംബാനി. എഴുതിയോ? ഓപ്ഷൻ ബി രത്തൻ ടാറ്റയാണ് ശരിയായിട്ട് ഉത്തരം. മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? രത്തൻ ടാറ്റയാണ് ശരിയായിട്ട് ഉത്തരം. നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി ആരാണ്? എന്താണ് ക്വസ്റ്റ്യൻ? മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി ആരാണ്? ഓപ്ഷൻ എ ആശാ മേനോൻ എന്ന് തന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി ലീല മേനോൻ, ഓപ്ഷൻ സി ജി രോഹിണി, ഓപ്ഷൻ ഡി മീനാകുമാരി. ഇതിൽ ശരിയായിട്ട് ഉത്തരം ഓപ്ഷൻ എ ആശാ മേനോനാണ്. മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി ആരാണ്? ആശാ മേനോനാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിൻ്റഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിൻ്റഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ന്യൂഡൽഹി, ഓപ്ഷൻ സി ബംഗളൂരു, ഓപ്ഷൻ ഡി ഡെറാഡൂൺ. എഴുതിയോ? യെസ്, ഓപ്ഷൻ സി ബംഗളൂരു ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിൻ്റഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തത് ഓപ്ഷൻ സി ബംഗളൂരു ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? അപ്പം ഇന്നത്തെ ഈ ടെസ്റ്റിൽ എത്ര മാർക്ക്, 10ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാ കൂട്ടുകാർക്കും കിട്ടിയ മാർക്ക് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സി യു.